റിപ്പോർട്ടർ കുടുംബത്തിൽ 2024 അവസാന ദിനത്തിൽ 2025 പോകുന്നതിന് മുൻപ് നമുക്കൊരു അതിഥി എത്തിയിട്ടുണ്ട്. അടുത്ത അതിഥി ശരത്താണ്. ശരത് ഒരു മിമിക്രി താരമാണ്. ഫെഫ്ക എക്സിക്യൂട്ടീവ് അംഗമൊക്കെയാണ് ശരത്. ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് 2024 നല്ല വർഷമായിരുന്നു. ഈ മിമിക്രി ചെയ്താണോ ഈ പിടിച്ചു പറയുന്നത്? അല്ല, ഞാൻ ഇങ്ങനെയാണ് സാധാരണ സംസാരിക്കുന്നത്. അതെ, ഒരു പക്ഷേ നമ്മൾ സ്റ്റേജിൽ കൂടുതൽ ചെയ്തുകൊണ്ടായിരിക്കാം. സ്റ്റേജ് ചെയ്യുന്നുണ്ടല്ലോ ചില രാഷ്ട്രീയക്കാർക്കൊക്കെ പറഞ്ഞ് ആ ഒരു ശൈലിയിലേക്ക് അങ്ങ് എത്തുന്നത് പോലെ. എത്ര വർഷമായി മിമിക്രി വേദികൾ? ഞാനൊരു സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, മിമിക്രി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 20 വർഷത്തോളമായി കാണും. 20 വർഷമായി. ശരത്തിന്റെ നാട്? എന്റെ വീട് ആലപ്പുഴയാണ്. അല്ല, ശരിക്കും ഞാൻ ജനിച്ചത് ഇടുക്കി ജില്ലയിലെ വടക്കേമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു വടക്കേമലയിൽ നിന്ന് എങ്ങനെ ആലപ്പുഴ എത്തി? എന്റെ അമ്മ വീട് ആലപ്പുഴയാണ്. അപ്പൊ നമ്മൾ ഓരോ വെക്കേഷനും ഞാനിങ്ങനെ ആലപ്പുഴയിൽ വരുന്നു. അങ്ങനെ വന്ന് കുറെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള പരിചയം. ആലപ്പുഴ എന്ന് പറഞ്ഞ പ്രാദേശികവാദം ഉയർത്തും നമ്മുടെ ഉണ്ണിസാർ. ആലപ്പുഴക്കാരനാണ്, ഉണ്ണി ബാലകൃഷ്ണൻ. ആലപ്പുഴക്കാരോട് പ്രത്യേക സ്നേഹമാണ്. അപ്പൊ നമുക്ക് ഒരു പെർഫോമൻസോട് കൂടി തുടങ്ങിയാലോ? മിമിക്രി അവതരിപ്പിക്കുന്നത് ഒരുപാട് പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലേ ശരത്ത്? ഞാനൊരു ചാനലിൽ മിമിക്രി ഒരു പ്രോഗ്രാമിൽ മിമിക്രി പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ശരത്തിന്റെ ഒരു പെർഫോമൻസിലേക്ക് പോകാം. തീർച്ചയായിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ യൂത്ത് ഐക്കണായ പൃഥ്വിരാജിന്റെ ശബ്ദം, ഇപ്പൊ അദ്ദേഹത്തിന്റെ കാപ്പ സിനിമയിലെ ഡയലോഗ് ഒന്ന് കേൾക്കാം. സെറ്റപ്പ് കണ്ടിട്ട് മുകളിലുള്ളവന്മാരെല്ലാം കൂടെ മധുവിനെ ഒരുമിച്ച് തീർത്താനുള്ള പ്ലാൻ ആയിരുന്നല്ലേ. അവന്മാരോട് പോയി പറയണം ഞാൻ ഒരു വരക്കം കൂടെ വരണുണ്ടെന്ന്. ഒരു ദിവസം പെരുന്നാളും പൊങ്കാലയൊക്കെ കൂടാനുള്ളവന്മാരോട് അതെല്ലാം കൂടിയിട്ട് നിൽക്കാൻ പറയണം. ആശ തീരാതെ ചാവരുതല്ലോ. ജോയ് പൂമറ്റം സാറേ, വരട്ടെ. ഗംഭീരം. പൃഥ്വി കേൾക്കുന്നുണ്ടെങ്കിൽ പൃഥ്വിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എക്സാക്ട് സൗണ്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പൃഥ്വി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ശരത്ത് ചെയ്യുന്നത്, വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും? എന്നോട് ഒരിക്കൽ ജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ജയസൂര്യ പറഞ്ഞിട്ടുണ്ട്. അമർ അക്ബർ അന്തോണിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്റെ പെർഫോമൻസ് ഒരുമിച്ച് കണ്ടിരുന്നു. ജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിക്ക് 2024 നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ. അപ്പോ പൃഥ്വി ഇപ്പം വലിയ താരമായി അല്ലേ? താരം, സംവിധായകൻ, അങ്ങനെ പല പല മേഖലകളിലാണ്. അടുത്ത ആരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ അനുകരിച്ചിട്ടുള്ളത് രമേശ് ചേട്ടന്റെ ശബ്ദമാണ്, രമേശ് പിഷാരടി. അതെ. ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിക്കുമെങ്കിൽ രമേശ് പിഷാരടി പറയുന്ന പോലെ അതുപോലെ ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ബഡായി ബംഗ്ലാവ് അല്ലാതെ സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ ബഡായി ബംഗ്ലാവിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ മിമിക്രിക്കാരെയും പോലെയുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു സിനിമ എന്ന് പറയുന്നത്. ഞങ്ങള് ഏതൊരു മിമിക്രിക്കാരനെ എടുത്താലും നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത് സിനിമ തന്നെയാണ്. അതിലേക്ക് വരാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ അതൊരിക്കൽ നമ്മളവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജിലും അതുപോലെ തന്നെ ചാനൽ പ്രോഗ്രാമുകളിലും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു വന്നത്. രമേശ് എന്ന് വിളിക്കുന്നതാണോ പിഷു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? സ്നേഹത്തോട് ഒരുപാട് ആൾക്കാർ എന്നെ പിഷു എന്ന് വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. പിഷു പാട്ട് പാടുവോ? ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നാലും ഇപ്പൊ സുജയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പാട്ടായിരിക്കും ഞാൻ സുജയ്ക്ക് വേണ്ടി പാടിത്തരുന്നത്. പിഷുവിന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. അങ്ങനെ നോക്കിയാല് നമുക്ക് വേണുവേട്ടന്റെ ഒരു പാട്ട് പാടാം. മലയാളത്തിന്റെ ആരാധനായ ഗായകൻ ശ്രീ ജി വേണുഗോപാലിന്റെ ശബ്ദത്തിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അനുകരിച്ചല്ല, അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ പാടാം. താനേ പൂവിട്ട മോഹം വീതും. ഇനി ഞാൻ കൂടുതൽ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേണുവേട്ടന് വിഷമം. അതുകൊണ്ട് നമുക്കത് ഇവിടെ വെച്ച് നിർത്താം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, പിഷാരടിയിൽ നിന്ന് നമുക്ക് ഇനി ആരിലേക്കാണ് അടുത്ത പരകായ പ്രവേശനം? ഇനി നമുക്ക് ജയറാമേട്ടനിലേക്ക് പോകാം. ജയറാമേട്ടൻ 2 കല്യാണമൊക്കെ നടത്തി ക്ഷീണിച്ചിരിക്കുകയാണ്. അതെ, ഈ അടുത്തിടയ്ക്ക്. അതെ. അപ്പം അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് അദ്ദേഹം ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും? നമുക്ക് ഈ ഒരു പരിപാടിയിൽ അതെ ഈ പ്രോഗ്രാമിൽ വന്നാൽ അദ്ദേഹം എങ്ങനെ എന്നോടൊന്ന് ചോദിച്ചോളൂ. ഞാൻ അല്ലെങ്കിൽ എന്നെ ജയറാമേട്ടനോട് ചോദിക്കണം. അതെ. വെൽക്കം ജയറാമേട്ട. നമുക്ക് ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ജയറാമേട്ടനെ പോലെ എല്ലാ കലകളിലും വൈദഗ്ധ്യമുള്ള ഒരാളെ കിട്ടിയതിൽ അത്രയും സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സുജയ. ജയറാമേട്ടൻ ഇനി ഇപ്പോ ഒരുപാട് വേഷങ്ങൾ ചെയ്തല്ലോ, ഇനി ഏത് വേഷം ചെയ്യാനായിരിക്കും താല്പര്യം? അല്ല, അങ്ങനെയല്ല. എനിക്ക് തരുന്ന വേഷങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഒരുപാട് വേഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. തരുന്നത് എന്തും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേക്ക് ഓവർ ഒക്കെ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ മറ്റ് ഇതര ഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടി. ജീവിക്കാൻ വേറെ വയറൊക്കെ വെച്ച് കണ്ടിരുന്നു. അല്ല, ശരിക്കും നമുക്ക് ആവശ്യപ്പെടുന്നതാണ്, ഡിമാൻഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ മേക്ക് ഓവറിലേക്കൊക്കെ പോകണമല്ലോ, പിടിച്ചു നിൽക്കണ്ടേ.
ഈ സിനിമാ താരങ്ങളല്ലാതെ മറ്റ് രാഷ്ട്രീയക്കാരെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? രാഷ്ട്രീയക്കാരുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടാറുള്ളത് ഏത് രാഷ്ട്രീയക്കാരനാണ്? VS-ന്റെ ഒക്കെ ശബ്ദം കുറെ നാളായിട്ട്. VS നമ്മുടെ ചങ്കിലാണ്. അതെ അതെ അതെ, VS-ന്റെ ആലപ്പുഴക്കാരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. ഇപ്പൊ 100ന്റെ നിറവിലെത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ആഗ്രഹം, നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗായ പുഷ്പയിലെ ഡയലോഗ്, ആ പാട്ട് പാടിയിട്ട് അതിലേക്ക് കയറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. വച്ചുണ്ടായി ഫീലിങ്സ്, വച്ചുണ്ടായി ഫീലിങ്സ്, വച്ചുണ്ടായി ഫീലിങ്സ്, ഫീലിങ്സ് ഫീലിംഗ് ഫീലിങ്സ്, മല്ലിക ബാണന്റെ അമ്പുകളോ പഞ്ചമി തിങ്കളുകളോ. പുഷ്പയെന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണോ എന്ന് കരുതിയോടാ, വൈൽഡ് ഫ്ലവർ, താഴത്തില്ലടാ. ഗംഭീരം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട VS-ന് ഒരു ട്രിബ്യൂട്ടായി ഈ ഒരു ന്യൂ ഇയർ വേളയിൽ. ശരത്ത് ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ തുടരുന്ന ഒരാളാണ്. നേരത്തെ ഇതിൽ നിന്നും ഇപ്പോൾ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു എല്ലാവരും കസ്റ്റമൈസ് ചെയ്യുവാണ്, ചില ആളുകളെ മാത്രം ചെയ്യുക. അങ്ങനെ ശരത്ത് ഏതെങ്കിലും കുറച്ചു പേരിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെ താരങ്ങളെ അനുകരിക്കുന്നു? താരങ്ങളെ അനുകരിക്കുന്നതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, കാരണം എല്ലാ താരങ്ങൾക്കും ചിലപ്പോൾ അവരെ അനുകരിക്കുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, അതുകൊണ്ടല്ല ഞാനിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡബിങ്ങിലാണ്. അപ്പൊ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓൺ വോയിസ് ആയിരിക്കുമല്ലോ അവർ ഡിമാൻഡ് ചെയ്യുക, ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിക്കുക. അപ്പൊ അത് മറ്റു താരങ്ങളുടെ ശബ്ദം അതിനകത്ത് മാക്സിമം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ ആ ക്യാരക്ടർ നമുക്ക് പൂർണ്ണമായിട്ടും വോയിസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഒടുവിൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഇനി വരാൻ പോകുന്ന എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമയാണ് റിലീസ്. അതുപോലെ ആനന്ദ് ശ്രീബാല ചെയ്തിരുന്നു. പുഷ്പയിലെ വില്ലൻ ഞാനാണ് ഡബ് ചെയ്തത്. പുഷ്പയിലെ വില്ലനാണ് നിൽക്കുന്നത്, കണ്ടാ പറയില്ല. ഫഹദിന്റെ ക്യാരക്ടർ അല്ല കേട്ടോ, അല്ലാതെ മറ്റേ വില്ലൻ. അതെ, ക്ലൈമാക്സിൽ ഒരു വില്ലൻ ഉണ്ട്, അത് ഞാനാണ്. അതൊന്ന് പറയാമോ? ഓർമ്മയുണ്ടോ ഡയലോഗ്? നമുക്ക് അങ്ങനെ ഓർത്തു പറയാൻ പറ്റുന്നതല്ല. ഒരു വില്ലൻ കഥ, ഒരു കിഡ്നാപ്പിങ്ങിലൂടെ വരുന്ന ഒരു ക്യാരക്ടറാണ്, അതാണ് ചെയ്തത്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ഹോട്ട്സ്റ്റാർ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 Babies എന്ന് പറയുന്ന, അതില് DYSP നവാസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബാലേന്ദ്രൻ സാർ, ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ബാലേന്ദ്രൻ സാറിന്റെ മകനാണ് ആ ക്യാരക്ടർ ചെയ്തത്. ശ്രീകാന്ത് ബാലേന്ദ്രൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഡബിംഗ് ഉണ്ട്, മിമിക്രി ഉണ്ട്. പുതുവർഷത്തിൽ എന്താണ് അടുത്ത ശരത്തിന്റെ ഒരു പ്രതീക്ഷ? എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയം തന്നെയാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹം അത് തന്നെയാണല്ലോ. അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അതിനുള്ള